ഫുട്ബോളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജെയിംസ് പാർക്കിൽ നടന്ന ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ലിവർപൂൾ മാച്ച്, എൻ്റെ മോനെ, ആ ഒരു 114 മിനിറ്റിലാണ് എനിക്ക് ശ്വാസം വീണത്. സത്യം പറയല്ലോ, ഒരു സമനില പോലും തോൽവിക്ക് തുല്യമായി കരുതിയ ഒരു മാച്ച് ആയിരുന്നു അത്. 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ആ പോരാട്ട വീരം, ഒരു 1 മാൻ അഡ്വാൻറ്റേജ് പോലും ലിവർപൂളിനെ കൊണ്ട് എടുക്കാൻ സാധിച്ചില്ല. അവസാന നിമിഷം റയോ എൻഗൂമ ആ ഒരു ഗോള് വരുന്ന സമയത്താണ് സത്യം പറയല്ല ആ ഒരു ശ്വാസം നേരെ വീണത്. അതുവരയ്ക്കും ശ്വാസം അടച്ചു പിടിച്ചാണ് ആ ഒരു കളി കണ്ടത് തന്നെ. ആദ്യം മുതൽ കളി തുടങ്ങി ആദ്യം മുതൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ആ ഒരു പ്രസ്സിങ് ആരംഭിച്ചു. 30 മിനിറ്റോളം ലിവർപൂൾ ചിത്രത്തിലേ ഇല്ലായിരുന്നു. നല്ലൊരു പാസ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ലിവർപൂളിനെ കൊണ്ട് സാധിപ്പിച്ചില്ല. ആ ഒരു ജെയിംസ് പാർക്കിലെ കാണികളെ പോലും ലിവർപൂളിനെ തോൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ദേഷ്യം, അരശ്യം ഓരോ നിമിഷത്തിലും അവർ തീർക്കുന്നുണ്ടായിരുന്നു. കാരണം ഓരോ മൂവ്മെന്റും, അതും ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ഓരോ പ്രസ്സിങ്ങിലും ആരവങ്ങളാണ് ആ ഒരു ജെയിംസ് പാർക്കിൽ കേട്ടത്. അതും ലിവർപൂളിനെ തോൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റിനിടയ്ക്ക് ഗോർഡോന് 2-3 ചാൻസ് ഗോർഡോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇസാക്ക് ഇല്ലായിരുന്നിട്ട് പോലും ആ ഒരു ഗോർഡോന്റെ ആ ഒരു ഇതിലാണ് മുന്നേറ്റം ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് നടത്തിയത്. 2-3 ഹെഡറൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രസീവ് പ്രസ്സിങ്, ഫിസിക്കൽ പ്രസ്സിങ്. സത്യം പറയല്ലോ, കഴിച്ചിലായി, ആ ഒരു തടി കേടാവാതെ കഴിച്ചിലായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അമ്മാതിരി അഗ്രസീവ് പ്രസ്സിംഗ് ആണ് ബ്രൂണോ ഗെയ്മറസും ജോയിലിന്റനും ടൊണാലിയും ഗോർഡനും ബാൺസും ഒക്കെ ചെയ്തത്. സത്യം, എവിടെ ഒരു സമയത്ത് തന്നെ ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് എവിടെ, മറ്റേ തിലകൻ ചോദിക്കുമല്ലോ, എവിടെ സാധനം എവിടെ? അതുപോലെ തന്നെയാണ് ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് എവിടെയെന്ന് ഒരു സമയത്ത് ഞാൻ നോക്കിപ്പോയി. കാരണം അവസാന നിമിഷമല്ല, ആദ്യം മുതൽക്ക് ആ ഒരു പ്രസ്സിങ് കാരണം വെറും ബേക്ക് പാസുകൾ അരോചകമായി ഫീൽ ചെയ്യിപ്പിച്ചു. കൊണാട്ടെ കൊണാട്ടെ ലാസ്റ്റ് സിർക്കസി നേരെ, അല്ലെങ്കിൽ സൊബോസ്ലൈ. ഒരു നിമിഷം ഏതെങ്കിലും ഒരാള് ഗ്രാമം ബർച്ചിന്റെ അടുക്ക് പാസ് വരും, 1 2 3 4 തികച്ച് നല്ല വൃത്തിയുടെ ഒരു പാസ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ പ്രസ്സിങ് സാധിപ്പിച്ചില്ല. ആ ഒരു ബാക്ക് പാസുകൾ അരോചകമായി ഒരു നിമിഷത്തിൽ തോന്നിപ്പോയി. പിന്നെ വേറൊരു വഴിയും ഇല്ല, അവന്മാർ ആ പ്രസ്സിങ് കാരണം വേറൊരു വഴിയും ഇല്ലായിരുന്നു. അപ്പൊ ഒരു 30 മിനിറ്റോളം ഒരു ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ എക്സി നോക്കുകയാണെങ്കിൽ 0.07 ആയിരുന്നു ലിവർപൂളിന്റെ എക്സി. അവിടെ നിന്നാണ് ആ ഒരു ഗോള് ഗ്രാവൻബർച്ച് അടിക്കുന്നത്. എന്റെ മോനെ, അതൊരു ലക്കി ഗോളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലക്കി ഗോളാണോ ചോദിച്ചാൽ അതൊരു ഗോൾ. എനിക്ക് പോപ്പിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ഷോട്ടായിരുന്നു ഗ്രാവൻബർച്ചിന്റെ. ആ ഒരു സമയത്ത് ഗാപ്കോ, ഇതേപോലെ തന്നെ ജോൺസും ഗാപ്കോയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനിൽ ഗാപ്കോ ഒരു ബോൾ ഗ്രാവൻബർച്ചിന് നൽകുന്നുണ്ട്. ഗ്രാവൻബർച്ച് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിന് ശേഷമാണ്, കഴിഞ്ഞ വർഷത്തിന് ഈ ഒരു ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഗ്രാവൻബർച്ച് ഒരു ഗോൾ നേടുന്നത്, ലിവർപൂളിന് വേണ്ടി ഒരു ഗോൾ നേടുന്നത്. അതൊരു 1.5 ഗോളായിപ്പോയി. കാരണം ജെയിംസ് പാർക്ക് മൊത്തത്തിൽ സ്തംഭിച്ചു പോയി ആ ഒരു ഗോളോടെ. ആ നിമിഷം വരെയും എൻ്റെ മോനെ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് പ്രസ്സിങ്, ഹൈ പ്രസ്സിങ്. വേർഡ്സിനെ ടൊണാലി പൂട്ടിയിരുന്നു. 1-1 മാർക്കിങ്ങിൽ ടൊണാലിന്റെ പോക്കറ്റിലായിരുന്നു വേർഡ്സിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു ഷോട്ട് മാത്രമേ അടിച്ചുള്ളൂ. കുറെ സമയം പൊസഷൻ ലോസ് ചെയ്യുന്നുണ്ട്. വേർഡ്സ് എന്തായാലും പ്രീമിയർ ലീഗിന്റെ ഒരു ചൂടറിഞ്ഞ ഒരു മത്സരം കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ലിവർപൂളിന്റെ സൈഡിൽ ഒരു കാര്യമായ ഒരു മുന്നേറ്റം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, ഒരു സമയത്ത് സല ഒരു പാസ്, ഒരു ചിപ്പിൻ പാസ് ഫോർവേഡ് നൽകുന്നുണ്ട്. ജോൺസിന് ഒരു ചാൻസ് വരുന്നത്, ജോൺസ് മിസ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗ് ചാൻസ് ആയിരുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് ജോൺസ് മിസ് ചെയ്യുന്നു. അവിടെ എക്കിറ്റിക്ക് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നില്ല. കാരണം എക്കിറ്റി അവിടെ ഒരു അപ്സെറ്റ് ആയി പോകുന്നുണ്ട് ജോൺസിന്റെ ആ മുന്നേറ്റത്തിൽ. അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ലിവർപൂളിന്റെ ഭാഗത്ത് നിന്ന് കണ്ട ഒരു നല്ലൊരു പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് മുമ്പ് വരയ്ക്കും ലിവർപൂൾ ഒരു ബാക്ക് പാസ് ഇട്ട് മാത്രമേ കളിക്കുന്നുള്ളൂ. കാരണം മിഡ്ഫീൽഡിൽ കളി മെനയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അഗ്രസീവ് പ്രസ്സിങ്, ടൊണാലിയുടെയും ഗൊയ്മറസിന്റെയും ട്രിപ്പറും അവിടെയൊക്കെ പ്രസ്സിങ്ങും. ലിവർപൂളിന്റെ ആ ഒരു ഇതിൽ ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ട് നിന്നത് എനിക്ക് തോന്നുന്നത് സൊബോസ്ലൈ ആണ് തോന്നുന്നത്. സൊബോസ്ലൈ ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത്. 1-1 മാർക്കിംഗ് ബാൻസിനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർമിന്റോനെ ചെയ്യുന്നുണ്ട്. ജോയലിന്റനെ 1-1 മാർക്കിംഗ് ചെയ്യുന്നുണ്ട്. 2-3 ചാൻസുകൾ ഡിസ്പോസൽ ചെയ്ത് കളിക്കുന്നുണ്ട്, ടാക്കിൾ ചെയ്ത് കളയുന്നുണ്ട്. ലിവർപൂളിന്റെ ആ ഒരു ഡിഫൻസീവ് സോളിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സൊബോസ്ലൈ ആയിരുന്നു. അവസാന നിമിഷം ആ ഒരു ഫേക്ക് ആക്ഷൻ, ആ ഒരു ആക്ഷനിലൂടെയാണ് റയോ എൻഗൂമയ്ക്ക് ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. റയോ എൻഗൂമയുടെ ഫിനിഷ്, താങ്ക്സ് മോനെ, താങ്ക്സ്. കാരണം ഒരു 16 വയസ്സുകാരന്റെ ഒരു ചരിത്ര നിമിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രീമിയർ ലീഗിലെ പ്രായം കുറഞ്ഞ 4ാമത്തെ താരം, ലിവർപൂളിന് വേണ്ടി സ്കോർ ചെയ്യുന്ന പ്രായം കുറഞ്ഞ താരമായിട്ടാണ് ഇന്നലെ റയോ എൻഗൂമ മാറിയത്. സലയുടെ ഒരു അസിസ്റ്റ്,
സല ഇതേപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, കാരണം സലയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ജോലിന്റനും ലിവർമൂന്റെ ഒരുപോലെ സലയെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ചാൻസ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അവർ ഇത് മാത്രമേ ഇത് ചെയ്യുന്നുണ്ട്. അല്ലാതെ സലയ്ക്ക് ബോൾ റിസീവ് ചെയ്ത സമയത്ത് സലയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സല ഇതേപോലെ ബാക്ക് പാസ് ആണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ഗോൾ കളി തുടങ്ങി ഞാനും കണ്ടില്ല, അതുപോലെ തന്നെ അർണെ സ്ലോട്ടും കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ സത്യം പറയല്ലോ ആ ഒരു ഗോൾ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടില്ല. ആ കളി തുടങ്ങി 46ാമത്തെ മിനിറ്റ് തന്നെ ലിവർപൂൾ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഗാപ്കോയുടെ അസിസ്റ്റിൽ എക്കിറ്റിക്കയാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. എക്കിറ്റിക്ക ലിവർപൂളിന്റെ ഈ സീസണിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് ആയിട്ട് മാറുകയാണ്. കാരണം 3 മാച്ചിൽ നിന്ന് 3 ഗോളും ഒരു അസിസ്റ്റും ലിവർപൂളിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഇന്നലെയും ഒരു ഗോൾ നേടി, കഴിഞ്ഞ മാച്ചിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ എക്കിറ്റിക്കയാണ് ആ രണ്ടാമത്തെ ഗോൾ നേടുന്നത്, രണ്ടാമതൊരു ആശ്വാസം. ഇതിനു മുമ്പ് ആ റെഡ് കാർഡ് നമ്മൾ പറയണമല്ലോ, റെഡ് കാർഡ് ഗോർഡോൺ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അങ്ങ് സെന്റർ ഒരു ഡിഫൻസീവ് സെന്ററിൽ കയറി വാണ്ടേക്കിനെ പ്രസ് ചെയ്യുന്നുണ്ട്, അഗ്രസീവ് പ്രസ്. ഗോർഡോന്റെ അത് റഫറി ഫസ്റ്റ് ടൈമിൽ ഒരു മഞ്ഞക്കാർഡ് വിളിക്കുന്നുണ്ട്, പക്ഷെ വാർച്ചയ്ക്കയിൽ അത് കറക്റ്റ്, സത്യം പോലെ അത് ഒന്നും പറയാൻ സാധിക്കില്ല, അത് ഡേഞ്ചറസ് ഫൗള് തന്നെയാണ്. റഫറി വാർച്ചയ്ക്കയിലൂടെ ആ ഒരു ഫൗൾ വിളിക്കുന്നു. അവിടെ ന്യൂകാസ്റ്റിനെ ഒരു 10 പേരായിട്ട് ചുരുങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 10 പേരായി തീർന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം സിറ്റ് ബാക്ക് ചെയ്യും, ലിവർപൂൾ പോലത്തെ ഒരു ക്വാളിറ്റി ടീമിനെതിരെ ചിലപ്പോൾ സിറ്റ് ബാക്ക് ചെയ്യുമായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്നും കഥ തീരുന്നില്ല. ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. അവർ ഫസ്റ്റ് ഗോൾ വീണതിന് ശേഷം ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് ഒരു പ്രസ്സിങ്ങിൽ ഒരു ചെറിയൊരു മാറ്റം വന്നിരുന്നു. ആ ഒരു ചലഞ്ചിൽ നിന്നൊക്കെ ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് ചെറുതായിട്ട് പിന്നോക്കം പോയതായിട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഇന്നിതാ പോലെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് പോലെ ആ ഒരു ഗോൾ വീണതിന് ശേഷം ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് തന്നെയാണ് തിരിച്ചു വരുന്നത്. ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് ആണ് പ്രസ് ചെയ്യുന്നത്, ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് ആണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അവിടെയും ലിവർപൂളിന് കാര്യമായിട്ടൊന്നും പാസുകൾ പോലും നേരെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, കളി കണ്ട ഞാനും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ഇവിടെ ലിവർപൂളിന്റെ മിഡ്ഫീൽഡർ ഒന്ന് കളി ബിൽഡപ്പ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ ലിവർപൂളിനെ ആ ഒരു ഇതിൽ ഗ്രാവൻബർച്ച് ഇതേപോലെ ഹോൾഡ് ചെയ്ത് കളിക്കാൻ ഗ്രാവൻബർച്ചിനെ കൊണ്ട് സാധിച്ചു. മിഡ്ഫീൽഡ് ഒരുവിധം തിളങ്ങി നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗ്രാവൻബർച്ച് തന്നെയാണ്. കാരണം ഇന്നലെ മെക്കാലിസ്റ്റർ ഇല്ലായിരുന്നു. അപ്പം ജോൺസ് ആയിരുന്നു ഗ്രാവൻബർച്ചിന്റെ കൂടെ ആ ഒരു പിവറ്റ് റോളിൽ കളിച്ചത്. ജോൺസ് തരക്കേടില്ലാതെ കളി കളിച്ചെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രസ്സിങ്ങിനെ മറികടക്കാൻ ജോസിനെ കൊണ്ട് സാധിച്ചു. എങ്കിലും ഒരു പസിൽ അവിടെ വിട്ടു പോകുന്നുണ്ട്. മെക്കാലിസ്റ്ററിന്റെ ആ ഒരു ഇത് ഇന്നലെ വിട്ടു പോകുന്നുണ്ട്. അപ്പം 2 ഗോളിന് 46-ാം മിനിറ്റിൽ 2 ഗോൾ നേടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ട മൊത്തം ജെയിംസ് പാർക്കിന്റെ ആ ഒരു അലറി വിളികളും കൂവിളികളും അതുപോലെ തന്നെ ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് പ്ലേയേഴ്സിന്റെ പ്രസ്സിങ്ങൾ മാത്രം തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ ഗോൾ ബ്രൂണോ ഗെയ്മറസ് ആണ് ഇതിലൂടെ ഒരു സെറ്റ് പീസിലൂടെ നേടുന്നത്. കൊണാട്ടയ്ക്ക് ആലിസിൻ വണ്ടർലാൻഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കൊണാട്ടയ്ക്ക് വെറും പൂവർ പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ലിയോണിനെ കൊണ്ടുവരാമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ എങ്കിലും അർണെ സ്ലോട്ട് കൊണാട്ടയിൽ തന്നെ ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തു. കൊണാട്ടയും വാണ്ടയ്ക്ക് തന്നെയാണ് അവസാന നിമിഷം വരെയും അതൊരു ഡീൽ ചെയ്തത്, ആ ഡിഫൻസ് ഡീൽ ചെയ്തത്. അപ്പം ഡിഫൻസിന്റെ പിഴവിൽ നിന്നാണ് സിർക്കസി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗൊയ്മറസിനെ. പക്ഷേ ഗൊയ്മറസിന്റെ ഫിസിക്കാലി നമുക്ക് അറിയാന്നുള്ളതല്ലേ. സിർക്കസി ഒന്നുമല്ല ഗൊയ്മറസിനെ മുമ്പിൽ. ഗൊയ്മറസ് അതേപോലെ തന്നെ ഫിസിക്കൽ ഇതേ ചലഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ഹെഡർ ചെയ്യുന്നത്. അപ്പൊ അലിസൺ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അലിസനെയും ഇത് ചെയ്തുകൊണ്ടാണ് അത് ഗോളാവുന്നത്. അങ്ങനെ 2-1 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് മുന്നിലോട്ട് ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് തിരിച്ചടിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഒന്നും കൂടെ ഇരട്ടിയായിട്ട് ജെയിംസ് പാർക്ക് വീണ്ടും ആരവങ്ങൾ ഉയരാൻ കഴിഞ്ഞത്. അപ്പൊ വീണ്ടും ഒരു ഗോൾ, അതും ഒരു സെറ്റ് പീസിലൂടെ തന്നെയാണ് വരുന്നത്. കൊണാട്ടെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൊണാട്ടയുടെ ബാക്ക് തട്ടിയാണ് ആ ഒരു ബോൾ ഒസൂലേക്ക് കിട്ടുന്നത്. ഒസൂലെ അത് നല്ലൊരു ഫിനിഷിലൂടെ 2-2 എന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് ഫ്രസ്ട്രേറ്റഡ് ആയ മോനെ, അവിടെയാണ് ആകെ കൂടെ നിരാശ. കാരണം 2 ഗോള്, അതും 81-ാമത്തെ മിനിറ്റിലാണെന്ന് ആ ഗോള് വരുന്നത്. ഇനിയിപ്പോ ആ കളിയെങ്ങാനും സമനിലയിൽ കഴിഞ്ഞാൽ പോലും അതൊരു തോൽവിക്ക് തുല്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. പക്ഷെ എന്നിട്ടും ലിവർപൂളിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അഗ്രസീവായിട്ട് ന്യൂകാസ്റ്റിൽ യുണൈറ്റഡിനെ പ്രസ് ചെയ്യുന്നത്. ആർണെ സ്ലോട്ടിന് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ കളിക്കണമെങ്കിൽ കളിക്കട്ടെ. ആർണെ സ്ലോട്ട് ഇതേപോലെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാന നിമിഷം പിന്നെ ഗാപ്കോനെ പിന്മാറ്റിക്കൊണ്ട് റയോ വരുന്നുണ്ട്. ചരിത്ര നിമിഷത്തിനായിട്ട് റയോ വരുന്നുണ്ട്. റയോ ഇതേപോലെ 111 മിനിറ്റോളം 11 മിനിറ്റോളം ആ ഒരു എക്സ്ട്രാ ടൈം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം റയോയുടെ ആ ഒരു നിമിഷം വരുന്നു. അത് നല്ലൊരു നീക്കമായിരുന്നു. ഗ്രാവൻബർച്ചും അതുപോലെ തന്നെ സൊബസ്ലയും സലയും ഇതേപോലെ തന്നെ ജോബസ്ലയുടെ ആ ഒരു ഫേക്ക് ആക്ട് അവിടെ വരുന്നുണ്ട്. ആ ഒരു നല്ലൊരു നീക്കത്തിലൂടെയാണ് ആ ഒരു ഗോൾ വരുന്നത്. സലയുടെ അസിസ്റ്റ് റയോ എങ്കുമ ആ ഒരു ചരിത്ര ഗോൾ നേടുന്നുണ്ട്. നിക് പോപ്പിന് ഒന്നും ചെയ്യാൻ സാധ്യത. നിക് പോപ്പ് വിചാരിച്ചില്ല പയ്യെ ഇതേപോലെ ഫിനിഷ് ചെയ്യുമെന്ന്.
അവിടെയാണ് ശ്വാസം വീണത്. ജെയിംസ് പാർക്ക് മൊത്തത്തിൽ സ്തംഭിച്ചു പോയി. കാരണം ആ ഒരു സമനില പോലെ അവർക്ക് വിജയത്തിന് തുല്യമായാണ് അവർ ഫീൽ ചെയ്തത്. അങ്ങനെ ലിവർപൂളിന്റെ ഒരു ഒരു എന്താ പറയാ, എല്ലാം കൊണ്ട് പാളിപ്പോയ ഒരു ഡിഫൻസും അവസാന നിമിഷത്തെ ആ ഒരു കംബാക്കും, ആ 2 ഗോൾ തിരിച്ചടിച്ചിട്ട് പോലും അവസാന നിമിഷം ആ ആരവങ്ങൾക്കിടയിലുള്ള ഒരു കംബാക്കും എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ, ഒരു എൻഡ് ടു എൻഡ് മാച്ച് ആയിട്ടാണ്. എൻഡ് ടു എൻഡ് മാച്ച് അല്ല എങ്കിൽ പോലും ഒരു കംബാക്ക് ആണ്, ഒരു ജെയിംസ് പാർക്കിലെ ആരവങ്ങൾക്കിടയിലുള്ള ഒരു കംബാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. കാരണം ആ സമയത്ത് ലിവർപൂളിന്റെ ഡഗ്ഔട്ടിൽ നിന്ന് എല്ലാവരും, എക്കിറ്റിക്കെ സഹിതം, സോബോ, അതുപോലെ തന്നെ കുറെ ലിവർപൂളിന്റെ പ്ലേയേഴ്സ് സഹിതം ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇസാക്ക് ഡെർബി ലിവർപൂൾ വിജയിച്ചിട്ടുണ്ട്. ഒരു ടെൻഷൻ അടുപ്പിച്ച കളിയിൽ നിന്നാണ് ലിവർപൂൾ വിജയിച്ചത്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ പെർഫോമൻസ് സത്യം പറയല്ല, ഹാറ്റ്സ് ഓഫ്, അമ്മാതിരി പെർഫോമൻസ് ആണ് ന്യൂകാസിൽ യുണൈറ്റഡ് ചെയ്തത്. ഈ ഒരു ഡിഫൻസും വെച്ച്, ഈ ഒരു കളിയും വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അർനെ സ്ലോട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്രസ്സിങ്ങിൽ ആ ഒരു പ്രസ്സിങ്, എതിർ ടീമിന്റെ പ്രസ്സിങ്ങിൽ എന്തായാലും ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. ഡിഫൻസിൽ ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട്. കൊനാട്ടയുടെ ആ ഒരു കളി മാറ്റേണ്ടതുണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് പോയി. അവസാന നിമിഷങ്ങൾ മിഡ്ഫീൽഡ് ഇല്ലായിരുന്നു. അപ്പൊ അടുത്ത കളി നല്ലൊരു മാറ്റങ്ങളോടെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ കളി എന്തായാലും ഒരു പ്രീമിയർ ലീഗ് ഡെലിവേർഡ് ചെയ്ത ഒരു മാച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം എന്തായാലും വിജയിച്ചു. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ആ ഒരു അഗ്രസീവ് പ്രസ്സിങ്ങിലും ഏരിയൽ പ്രസ്സിങ്ങിലും ന്യൂകാസിൽ യുണൈറ്റഡ് കാണികളിൽ പോലും അവസാന നിമിഷം വിജയിക്കാൻ ലിവർപൂളിനെ കൊണ്ട് സാധിച്ചു. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും